സൊസൈറ്റി ഓഫ് ദി സ്നോ ഓസ്കർ നോമിനേഷൻ കിട്ടിയൊരു സർവൈവൽ ത്രില്ലറാണ്. റിയൽ ലൈഫ് സ്റ്റോറിയാണ്. 1972 ഉറുഗ്വേയിൽ നിന്ന് ചിലിയിലേക്ക് പറന്നൊരു വിമാനം ആൻഡസ് മഞ്ഞ് മലയിൽ ക്രാഷ് ലാൻഡ് ചെയ്യാണ്. കുറച്ച് പേരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ബാക്കിയുള്ളവരിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, കാരണം റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് വരുമെന്ന് ഓർത്ത്. ചില വിമാനങ്ങൾ അവർക്ക് തലയ്ക്ക് മീതെ പറക്കുന്നുണ്ട്, പക്ഷേ ആ വിമാനത്തിൽ നിന്ന് ആരും ഇവരെ കാണുന്നില്ല, അവർ കണ്ടെത്തുന്നില്ല. കുറച്ച് ഭക്ഷണം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് 2 ആഴ്ച മുന്നോട്ട് പോയി. 12-ാമത്തെ ദിവസം ഇവരുടെ കയ്യിലൊരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ ഒരു കേൾക്കുന്ന വാർത്ത സങ്കട വാർത്തയാണ്. റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് സെർച്ച് നിർത്തി, കാരണം ഈ എക്സ്ട്രീം കണ്ടീഷനിൽ ആരും സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല. എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. അവർ റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തുന്നു. ഇത് കേൾക്കുന്ന സർവൈവേഴ്സ് വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, കാരണം അവരുടെ എല്ലാ പ്രതീക്ഷയും തീർന്നു. ഇനി പുറത്തൊന്നും ഒരു രക്ഷയും വരാനില്ല. അവിടെയാണ് അവർ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത്, ലൈഫ് നിലനിർത്തണം. അങ്ങനെ മരിച്ചുപോയ അവരുടെ ഫ്രണ്ട്സിൻ്റെ ബോഡി അവർ തിന്നാണ്. അവരൊരുമിച്ച് കൂടി തമാശകൾ പറയുന്നു. ജീവിതത്തിൽ നടന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചവരിങ്ങനെ ലൈവായിട്ട് നിൽക്കുക. ഈ കൂട്ടത്തിൽ 2 പേര്, സ്ട്രോങ് ആയിട്ടുള്ള 2 പേര്, അവർ ഈ മഞ്ഞുമല താണ്ടി ജനവാസ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ അത്യാവശ്യം ഭക്ഷണമൊക്കെ എടുത്തവർ പോവാണ്. 10 ദിവസങ്ങൾക്ക് ശേഷം ഇവർ ചിലിയിലെ ജനവാസ സ്ഥലത്തെത്തി തങ്ങളുടെ കാര്യം ലോകത്തെ അറിയിക്കുന്നു. അങ്ങനെ ഇവർ രക്ഷപ്പെടുകയാണ്. 72-ാമത്തെ ദിവസമാണ് 16 പേര് രക്ഷപ്പെടുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ കൂടെ ജനക്കൂട്ടം 3 ദിവസം ഉണ്ടായിരുന്നു. ഭക്ഷണമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർ വഴിയിൽ തളർന്നു വീഴുന്ന ഈശോയ്ക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ശിഷ്യന്മാർ പറയും, ഇവിടെ ഈ വിജന സ്ഥലത്ത് എവിടെ നിന്ന് കിട്ടാനാ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനാണ്. അപ്പോൾ ഈശോ പറയും, നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്നത്. അങ്ങനെയാണ് 7 അപ്പം 4000 പേർക്ക് വിളമ്പി കൊടുക്കുന്ന അത്ഭുതം ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചില ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ഉണ്ട്. ഇനി രക്ഷ വരാൻ ഒരു വഴിയില്ലെന്ന് നമ്മൾ കരുതുന്ന സമയമുണ്ട്. അപ്പോഴൊക്കെ ഓർക്കണം, രക്ഷ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, രക്ഷ നമ്മുടെ ഇടയിലുണ്ട്. വഴി നമ്മൾ കണ്ടുപിടിക്കണം.